ഇന്ന് നേഷൻ ഫസ്റ്റിൽ എന്നോടൊപ്പം അതിഥിയായിട്ടുള്ളത് യൂത്ത് കോൺഗ്രസ് സോഷ്യൽ മീഡിയ ചെയർമാനായ രജിത് രവീന്ദ്രനാണ്. നമസ്കാരം സർ. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിരുന്നു UDFന്റെ ഒരു പുതിയ ക്യാമ്പയിൻ കടക്ക് പുറത്ത് എന്ന് പറഞ്ഞുകൊണ്ട്. ഇപ്പോൾ അതിന് പിന്നാലെ LDFന്റെ ഭാഗത്തുനിന്ന് മറ്റൊരു പുതിയ ക്യാമ്പയിൻ പുറത്തു വന്നിരിക്കുകയാണ്. മകനെ തിരിച്ചു വരല്ലേ എന്നാണ് അവർ പറയുന്നത്. അതും ഇരുണ്ട കാലം എന്നുള്ളൊരു പുതിയ വെബ്സൈറ്റിലൂടെയാണ് അവർ ഈ ഒരു പുതിയ ക്യാമ്പയിനുമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നത്. ഇതിൽ അവർ ഉദ്ദേശിക്കുന്നത് 10 വർഷം മുൻപ് UDF ഭരണകാലത്തുണ്ടായിരുന്ന പോരായ്മകളും അഴിമതികളും അവരുടെ കാലഘട്ടത്തിലുണ്ടായ എല്ലാ തെറ്റുകുറ്റങ്ങളും ജനങ്ങളെ വീണ്ടും ഓർമ്മിപ്പിക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണ്. പക്ഷേ എന്റെ ചോദ്യം ഇതാണ്, 10 വർഷങ്ങൾക്ക് മുൻപ് UDF ഭരിച്ചിരുന്നപ്പോഴുണ്ടായിരുന്ന ആ കാലഘട്ടമാണോ അതോ ഇന്നിപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു 10 വർഷ കാലഘട്ടമുണ്ടല്ലോ അതായിരിക്കുമോ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഏറ്റെടുക്കുന്നത്, അല്ലെങ്കിൽ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഓർത്തെടുത്തുകൊണ്ട് മാർക്കിടാൻ പോകുന്നത്? UDFന്റെ ക്യാമ്പയിൻ എന്ന് പറയുന്നത് കടക്ക് പുറത്ത് എന്നാണ്. പൊതുജനം ഒരുപോലെ ആവശ്യപ്പെടുന്നതാണ് പിണറായി ഗവൺമെന്റ് കടക്ക് പുറത്ത് എന്നുള്ളത്. എനിക്ക് തോന്നുന്നു ശ്രീ നികേഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ ഒരു സുനിൽ കനകയിൽ ആകാനുള്ള ഒരു ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പല ഘട്ടത്തിൽ അദ്ദേഹത്തിന് അത് പരാജയപ്പെടുന്നത്. അപ്പം കിണറേഷ് കുമാർ എന്നുള്ള ഒരു പേരിൽ നിന്ന് മാറി അപ്പോഴത്തേക്ക് പിന്നെ കിണകൂലു എന്നൊക്കെ ഇപ്പൊ പലരും സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിന് കളിയാക്കുന്നുണ്ട്. അപ്പോ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അത് പരമാവധി അദ്ദേഹം ശ്രമിക്കുകയാണ് പിന്നെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടാനായിട്ട്. അത് ചെന്ന് അവസാനിക്കുന്നത് വലിയ പരാജയത്തിലേക്കാണ്. എനിക്ക് തോന്നുന്നു ശ്രീ പിണറായി വിജയനെ ആയിരിക്കണം അദ്ദേഹം മകനെ മടങ്ങി വരല്ലേ എന്നുള്ള ഒരു ആശയം തന്നെ ഉണ്ടാക്കിയത്. ഒരു വട്ടം കൂടി മകനെ മടങ്ങി വരല്ലേ പിണറായി വിജയ എന്നതാണ് അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എനിക്ക് തോന്നുന്നു സ്റ്റഡി ചെയ്തത് മുഴുവനും കഴിഞ്ഞ 10 വർഷത്തിലെ പിണറായി വിജയന്റെ പരാജയങ്ങൾ. പക്ഷെ 2 ക്യാമ്പയിനുകളിൽ തെറ്റിപ്പോയി. കടക്ക് പുറത്ത് എന്ന് ജനം ആവശ്യപ്പെടുന്നതാണ്. മകനെ മടങ്ങി വരല്ലേ എന്ന് നികേഷ് കുമാറിന്റെ ആശയം പിണറായി വിജയനെ കണ്ടുകൊണ്ടായിരിക്കണം. എന്നാൽ കഴിഞ്ഞ കാലയളവിൽ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി പിന്നെ UDF കഴിഞ്ഞ കാലങ്ങളിൽ അഴിമതി നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നതിൽ പ്രതിഷേധിച്ചാണ്, അതെല്ലാം തെറ്റാണെന്നുള്ള ആശയം ഉൾക്കൊണ്ട് തന്നെയാണ് ദേശാഭിമാനിയുടെ മുൻ എഡിറ്ററായിരുന്ന KV സുധാകരൻ, K മോഹൻദാസ്, സുഭാഷ് എന്നിവര് സോഷ്യൽ മീഡിയ ടീം വിട്ടുപോയി. ഇടതുപക്ഷത്തിന്റെ സൈബർ ഹാൻഡ് കംപ്ലീറ്റ് ആയിട്ട് ആകെ പൊളിഞ്ഞു നിൽക്കുകയാണ്. നികേഷ് കുമാർ അവിടെ ഒറ്റയ്ക്ക് ഇരുന്നുകൊണ്ട് പണ്ടത്തെ റിപ്പോർട്ടർ ചാനലിൽ ചെയ്യുന്ന അതേ ഈ പിന്നെ എന്താണ് ഈ തരംതിരിവ് കാണിച്ചിട്ടുള്ള പരിപാടികളുണ്ടല്ലോ. ഒരു ഓർഗനൈസേഷൻ അകത്ത് നിന്നുകൊണ്ട് തന്നെ അത് ആ ഓർഗനൈസേഷൻ അകത്ത് നിന്ന് ഈ പറയുന്ന ടീമിനെ എല്ലാം പൊളിച്ചിട്ട് കോൺഗ്രസിനെ നന്നാക്കാൻ വരികയാണ്. അദ്ദേഹത്തിന്റെ പിതാവിനോടും ഇവരിങ്ങനെയൊക്കെ തന്നെയാണ് കാണിച്ചത്. അതിപ്പോ നികേഷ് കുമാർ തിരിച്ച് CPM-നോട് കാണിക്കുന്നത് പ്രതികാര നടപടിയായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അച്ഛനോട് ചെയ്ത ക്രൂരത അദ്ദേഹം ആ പ്രസ്ഥാനത്തിനകത്തുകൊണ്ട് നിന്ന് നേതാക്കളോട് തീർത്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. അദ്ദേഹം അകത്തു നിന്നുകൊണ്ട് CPM-നെ നശിപ്പിക്കും. അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ വലിയ താമസമില്ലാതെ ഇലക്ഷന് നേരിട്ട് കഴിയുമ്പോഴേക്കും പിണറായി വിജയൻ ഈ നികേഷ് കുമാറിനെ ഓടിച്ചിട്ട് തല്ലുന്ന രംഗം കൂടി നമ്മൾ കാണേണ്ടി വരും. അമ്മാതിരിയുള്ള സോഷ്യൽ മീഡിയ പ്രവർത്തനമാണ് കഴിഞ്ഞ ഒരാള് ഇമ്മാതിരി മണ്ടത്തരം ഒരു പാർട്ടിയിലും കാണിക്കില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അദ്ദേഹം ഇന്റർവ്യൂ നടത്തുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്നത് അദ്ദേഹം എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് പറയുന്നത് ഏതോ ഒരു നാഷണൽ ചാനലിൽ ഇന്റർവ്യൂ ചെയ്യുന്നത് പോലെയാണ് വന്നിരിക്കുന്നത്. എക്സ്ട്രീം അന്തംഗമികളാണ് അദ്ദേഹത്തിന്റെ മുമ്പിൽ ഇന്റർവ്യൂവിന് ഇരിക്കുന്നത്. അദ്ദേഹം പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്ന ചോദ്യങ്ങൾക്ക് അവര് പിന്നെ പ്രിപ്പയർ ചെയ്ത മറുപടി വന്നിരുന്ന് പറയുന്നത് പൊതുജനം കേൾക്കണം. അത്രയ്ക്ക് മണ്ടന്മാരാണ് ഇന്ന് കേരളത്തിൽ ജീവിക്കുന്ന ആളുകൾ. വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാരായ ഒരു വലിയ സമൂഹം ഇവിടെ ഇല്ലേ? കഴിഞ്ഞ കാലഘട്ടത്തിലെയും ഈ കഴിഞ്ഞ 10 വർഷത്തെയും ശബരിമലയിലെ സ്വർണം കട്ടുകൊണ്ട് പോയിട്ട് അവിടെ വച്ചിരിക്കുന്ന അരവണയുടെ ബോട്ടിലിൽ വരെ അഴിമതി കാണിച്ചിരിക്കുന്ന ഇവരാണോ ഈ അഴിമതിയെ കുറിച്ച് മറ്റൊരു പ്രസ്ഥാനത്തിനെ കുറിച്ച് ഇവിടെ വന്ന് സംസാരിക്കാൻ യോഗ്യർ? ഏറ്റവും മോശപ്പെട്ട ഒരു സർക്കാർ സംവിധാനം കഴിഞ്ഞ 10 വർഷം ഇവിടെ ഇങ്ങനെ കാണിച്ചത് ഈ ഒരു പ്രസ്ഥാനമാണ്. അപ്പൊ പ്രസ്ഥാനത്തിനെ വെളുപ്പിക്കാൻ വേണ്ടി ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി കൊണ്ടുവന്നായിരുന്നു. അവിടെ ജനം എന്താണെന്നറിയാം, ഇദ്ദേഹം കൗണ്ടർ ചെയ്യാൻ ശ്രമിക്കുകയാണ്. കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ ഒരു ക്യാമ്പയിനെ കൗണ്ടർ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ആ കൗണ്ടർ ചെയ്യുമ്പോൾ അദ്ദേഹം പൊളിഞ്ഞു വീഴുന്ന എവിടെയെന്നറിയോ? ഈ കൗണ്ടർ ചെയ്യുന്നതിന് ഇദ്ദേഹം കൊണ്ടുവരുന്നത് 10 വർഷം മുൻപ് ഒരു ലോജിക്കും ഇല്ലാത്ത കാര്യങ്ങളെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ നികേഷ് കുമാർ ഈ ബഹുമാന്യനായ നമ്മുടെ മുൻ മുഖ്യമന്ത്രി അന്തരിച്ച ശ്രീ ഉമ്മൻചാണ്ടി സാറിനെ കരിവാരി തേച്ചുകൊണ്ട് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നടത്തിയിരിക്കുന്ന PR പ്രവർത്തനങ്ങൾ, CPM-നെ ഉദ്ധരിക്കാൻ വേണ്ടി അദ്ദേഹം നടത്തിയ പ്രചരണങ്ങൾ, അതെല്ലാം ഇന്ന് ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ക്രെഡിബിലിറ്റി ഇല്ലാത്ത ഒരാളെ അതിന്റെ മുകളിൽ ഇരുത്തി ഉത്തരവാദിത്വം കൊടുത്താൽ
ബാക്കിയുള്ള ആളുകൾ കരുതുവോ ഈ പറയുന്ന നികേഷ് കുമാർ പറയുന്ന സത്യമാണെന്ന്? നികേഷ് കുമാർ ഈ കള്ളനാണ് എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ വളരെ വ്യക്തമായിട്ട് അറിയാം. അപ്പൊ പിന്നെ നികേഷ് കുമാർ വന്ന് പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളാനായിട്ടിരിക്കുന്ന അത് അവരിലുള്ള, ഞാൻ കമ്മ്യൂണിസ്റ്റുകാർ മൊത്തത്തിൽ പറയുന്നില്ല, കമ്മ്യൂണിസ്റ്റുകാരൊക്കെ അവിടെ തിരുത്തലുകളൊക്കെ ഉണ്ട്. ഇന്ന് റീത്ത് വെച്ചത് ഉൾപ്പെടെ അടക്കമുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന കമ്മ്യൂണിസ്റ്റുകാരൊക്കെ അകത്തുണ്ട്. പക്ഷെ അദ്ദേഹത്തിനോടൊപ്പം നിന്ന് ഇതിന് പോരാട്ടം നയിക്കുന്ന അന്തംഗമ്മികളുണ്ട്. അവരെ ഒരു കാരണവശാലും നമുക്ക് തിരുത്താൻ കഴിയില്ല. കാരണം അവരുടെ തലയിലും മുഴുവനും ഇമ്മാതിരി വേഷം കുത്തി വെച്ചിട്ടുണ്ട്. നികേഷ് കുമാറിന്റെ ആവശ്യം അങ്ങനെ പോലുള്ള മണ്ടന്മാരെയാണ്. ഞങ്ങളുടെ പ്രസ്ഥാനത്തിൽ അങ്ങനെയൊന്നുമില്ല. തെറ്റുണ്ടോ പ്രസ്ഥാനത്തിനുണ്ടോ അത് ഞാൻ ചെയ്താലും നേതാക്കൾ ചെയ്താലും തിരുത്തപ്പെടുന്നത് ഞങ്ങളുടെ അണികൾ തന്നെ വന്ന് തിരുത്തും. അത് ശരിയല്ല എന്ന് പറഞ്ഞാൽ ശരിയല്ല, അത് തിരുത്തപ്പെടും. മറ്റതങ്ങനെയല്ല, ശരിയല്ല എന്ന് പറഞ്ഞാൽ അണിയുടെ വീട്ടിലോട്ട് ഒരു റീത്ത് കൊണ്ട് വെച്ചിട്ട് പറയും നിന്നെ കൊല്ലും എന്ന് പറയും. ഇതിന്റെ അപ്പുറം ജീവന് ഭയമുള്ള ഒരാൾ പിന്നെ ആരെങ്കിലും മിണ്ടുവോ? അപ്പൊ അത്തരത്തിൽ ഭയപ്പെടുത്തി ഈ ജനാധിപത്യത്തിനെയും മതേതരത്വത്തിനെയൊക്കെ കുറിച്ച് വാദവരാതെ സംസാരിക്കുന്ന പ്രസ്ഥാനമാണ് CPM. അതിനുവേണ്ടി PR ചെയ്യാനും സോഷ്യൽ മീഡിയ ഹാൻഡിലിംഗ് കൈകാര്യം ചെയ്യാനും കൊടുത്തിരിക്കുന്ന ആരെയാണ്? CPM കൊല്ലാക്കൊല ചെയ്ത് കണ്ണൂർ രാഷ്ട്രീയത്തിൽ തകർക്കാൻ നടന്ന ഒരു വലിയ മനുഷ്യന്റെ മകനാണ് ഈ വേണേ പച്ചക്ക് മരം ഊളാന്ന് പറയേണ്ടി വരും. അയാൾ എന്തൊരു വട്ടനാണ് ഈ പറയുന്ന മനുഷ്യൻ, എന്തൊരു വട്ടനാണെന്നറിയോ? വായി തോന്നുന്നത് അങ്ങ് പറയാണ്. ഒരു റിസർച്ച് ഇല്ല, ഒരു സ്റ്റഡി ഇല്ല, എന്താണ് യാഥാർത്ഥ്യം എന്നറിയില്ല. അവർക്കുണ്ടാക്കേണ്ട ഒരു നരേഷൻ ഉണ്ടെങ്കിൽ ആ നരേഷനെ അത്തരത്തിൽ ഉണ്ടാക്കാനുള്ള AI വീഡിയോ ക്രിയേറ്റ് ചെയ്യുക, ആ നരേഷൻ പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കണ്ടന്റ്സ് ഉണ്ടാക്കി വെക്കുക, എന്നിട്ട് അത് പൊതുജനങ്ങളോട് വന്നിരുന്ന് പറയാം. ഇന്ന് ടെക്നോളജിയും സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻസും ഒക്കെ ഇത്രയും ഡെവലപ്ഡ് ആയിട്ട് നിൽക്കുമ്പോൾ വെറുതെ ഒന്ന് ഗൂഗിളിൽ കയറി ടൈപ്പ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ആ ഡീറ്റെയിൽ മുഴുവൻ സാധാരണക്കാരന് കിട്ടും. ഒരു ചർച്ച കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു വർഷം തെറ്റിയാൽ ഇപ്പോഴത്തെ ചാനൽ ചർച്ചയിൽ വന്നിരിക്കുന്ന ആളുകളെ ചോദ്യം ചെയ്യുന്ന പൊതുസമൂഹത്തിലിരിക്കുന്ന ചെറുപ്പക്കാരാണ്. അവരോടാണ് ഈ കാര്യങ്ങളെല്ലാം ഇദ്ദേഹം സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് ഇങ്ങനെ തള്ളുന്നത്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, എവിടെയെങ്കിലും BJPയെയോ RSSനെയോ ചോദ്യം ചെയ്യാനോ നരേന്ദ്രമോദി ഭരണകൂടത്തിനെതിരെ പറയാനോ കഴിഞ്ഞ കാലങ്ങളിലെ കേന്ദ്ര സർക്കാരിനെ കുറിച്ച് ചോദിക്കാനോ ഈ മഹാൻ തയ്യാറായിട്ടുണ്ടോ? ഭയം എവിടെയെന്ന് പറഞ്ഞാൽ അവിടെയാണ്. പിടിച്ചകത്തിടും. കിടക്കേണ്ടി വന്നിട്ടുണ്ടല്ലോ, പോയി ഇരിക്കേണ്ടി വന്നില്ലേ കുറച്ച് സമയം. ആ ഭയമുണ്ട്. അപ്പൊ കോൺഗ്രസിന്റെ മേലെ നെഞ്ചത്ത് കയറാം. എന്താ, അച്ഛനോട് കൊടുത്ത കരുണ മകനോട് കിട്ടുമെന്നാണ്. അതൊന്നും എനിക്ക് തോന്നുന്നില്ല. ഞങ്ങളുടെ നേതാക്കളെ കുറെ കാലമായി ഉപദ്രവിക്കാൻ തുടങ്ങിയിട്ട് അദ്ദേഹം പതിയെ രാഷ്ട്രീയത്തിലേക്ക് സജീവമാകാൻ വേണ്ടി റിപ്പോർട്ടർ ചാനൽ തുടങ്ങുകയും അതിൽ നിന്ന് വിഷം വമിപ്പിച്ച് പതിയെ അദ്ദേഹം പ്രസ്ഥാനത്തിനുള്ളിലേക്ക് കയറുകയും അദ്ദേഹം അതിൽ നിന്ന് MLAയും മന്ത്രിയൊക്കെ ആകാമെന്നുള്ള ഒരു താല്പര്യത്തോടു കൂടി അവിടെ വന്നിരുന്ന ഇത്തരത്തിലുള്ള ക്രിമികീടങ്ങളെല്ലാം വെച്ചുകൊണ്ട് ഒരു എന്താണ് വിഷലിപ്തമായിട്ടുള്ള ഒരു വലിയൊരു വിഭാഗത്തിനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്തു. ആ കാളകൂട വിഷമായി മാറുന്നതിന് ആ കാളകൂട വിഷം കുടിച്ചു നോക്കാൻ അദ്ദേഹം പറയുന്ന ആരോടാണ്? CPMന്റെ സഹപ്രവർത്തകരോട്. അദ്ദേഹത്തിനേക്കാളും വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള ദേശാഭിമാനി അടക്കമുള്ള പ്രസ്ഥാനങ്ങളിൽ വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്കാണ് അവരെയാണ് അദ്ദേഹം ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത്, ടെസ്റ്റ് ഡോസായിട്ട് ചെയ്ത് നോക്കുന്നത്. അപ്പൊ അവർ പ്രതികരിച്ച് അവർ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അത്രേ ഉള്ളൂ. അതുകൊണ്ട് പ്രസ്ഥാനം തകർന്നു. ആ പ്രസ്ഥാനം പൂർണ്ണമായി തകർന്നു. തകരാൻ പോവുകയല്ല, ആ പ്രസ്ഥാനം പൂർണ്ണമായി തകർന്നു. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ CPM ത്രിപുരയിലും പിന്നെ ബംഗാളിലൊന്നും കണ്ട പോലെയല്ല, കേരളത്തിൽ അതിലും ഭീകരമായ തകർച്ച നേരിടാൻ പോകുന്നു. ആ നേരിടാൻ പോകുന്നതിന്റെ അണയാൻ പോകുന്ന വിളക്ക് ഇങ്ങനെ ആളി കത്തുന്നത് പോലെ കുറച്ച് സമയം ഇങ്ങനെ നികേഷ് കുമാറിന്റെ കുറച്ച് തമാശയൊക്കെ നമുക്ക് കാണേണ്ടി വരും. അത്ര മാത്രമേ കോൺഗ്രസ് ഇതിനെ കാണുന്നുള്ളൂ. തീർച്ചയായിട്ടും. ആദ്യം ഒരു നവകേരള സർവേ എന്ന് പറഞ്ഞൊരു നാടകം അവതരിപ്പിക്കുന്നു. അതിന് പിന്നാലെ അത് 8 നിലയിൽ പൊട്ടിപ്പാളീസാകുമ്പോൾ പുതിയൊരു നാടകവുമായി LDF രംഗത്ത് വരുന്നു. അതാണെന്ന് തോന്നുന്നു ഇപ്പോൾ ഈ പറയുന്നത് പോലെ ഇരുണ്ട കാലം എന്നുള്ള പുതിയ ക്യാമ്പയിൻ. എന്തായാലും ഓരോ തവണയും ഓരോന്നും പൊളിയും തോറും എനിക്ക് തോന്നുന്നു ഈ ഇരുണ്ട കാലം എന്നൊക്കെ പറയുന്ന ക്യാമ്പയിൻ തന്നെയും കോൺഗ്രസിന്റെ കടക്കുപുറത്തെ ക്യാമ്പയിനെ കണ്ട് കോപ്പി അടിച്ചതാകാനാണ് സാധ്യത എന്ന് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തില്. അവർ തന്നെത്താൻ ഉദ്ദേശിക്കുന്ന പല പദ്ധതികളും അല്ലെങ്കിൽ തന്നെത്താൻ കൊണ്ടുവരുന്ന പല പദ്ധതികളും പൊട്ടുന്ന സാഹചര്യത്തിൽ ഇനിയിപ്പോൾ കോൺഗ്രസിന്റെ പാത പിന്തുടരാം. നേരത്തെ സാറ് സൂചിപ്പിച്ചതുപോലെ മറ്റൊരു കനകോലു ആകാനുള്ള ശ്രമം നികേഷ് കുമാറിന്റേത്. പക്ഷേ CPMന്റെ പലരും അത് മുളയില് നുള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ അധികം വൈകാതെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നികേഷ് കുമാറിനെ തൂക്കിയെടുത്ത് പുറത്തു കളയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുമെന്ന് തോന്നുന്നു. ഈ നവകേരള സർവേയുമായി ബന്ധപ്പെട്ടിട്ട് അതിനെ പൊളിച്ചത് ആരാന്നറിയോ? ഞങ്ങളുടെ KSUന്റെ ലീഡർഷിപ്പാണ്. അതിന് കോൺഗ്രസിന്റെ BJPന്റെ നേതൃത്വം വേണ്ട. KSUന്റെ ലീഡർഷിപ്പ് മതി. പിണറായി വിജയനെ താഴെ ഇറക്കാൻ ഇന്ന് ശക്തരായ നേതാക്കളും നല്ല ശക്തമായ നേതൃത്വമുള്ള ഒരു പ്രസ്ഥാനമാണ് KSU. അവര് ആ വിഭാഗം മതി. അതിന് യൂത്ത് കോൺഗ്രസ് പോലും വേണ്ട. KSUന്റെ ഞങ്ങളുടെ അനുജന്മാരും അനുജത്തിമാരും ഉണ്ട് അത് പൊളിക്കാനായിട്ട്. അപ്പൊ ആ തലത്തിൽ വരെ CPMന് അടിയറവ് വയ്ക്കേണ്ടി വന്നു. ഏറ്റവും താഴെത്തട്ടിലേക്കൊക്കെ ഇങ്ങനെ നിരങ്ങി ഇറങ്ങേണ്ടി വരുന്ന തരത്തിലേക്ക്
CPM എന്ന പ്രസ്ഥാനം പിന്നെ LDF മിനിസ്ട്രി ഒക്കെ താഴോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ വരും അതെ. ദിവസങ്ങളിൽ ഈ ക്യാമ്പയിനുകളെ ഉൾക്കൊള്ളാൻ ജനം തയ്യാറല്ലാത്ത സ്ഥിതിക്ക് പിണറായി വിജയന് മറ്റൊരു ഓപ്ഷൻ കണ്ടെത്തേണ്ടി വരുമല്ലോ. അപ്പൊ ഈ പറയുന്ന നികേഷ് കുമാർ അടക്കം പുറത്തേക്ക് പോകും. ഞാൻ ചോദിക്കുന്ന, നികേഷ് കുമാർ അങ്ങനെ പുറത്തേക്ക് പോകേണ്ട വ്യക്തി തന്നെയല്ലേ? ഞാൻ ചോദിക്കുന്ന, CPM-നെ ഞാൻ പ്രതിരോധിക്കുന്ന, അല്ലെങ്കിൽ CPM എന്ന പ്രസ്ഥാനത്തിനോട്, അവരുടെ നയങ്ങളോട് പ്രതിഷേധമുള്ള ഒരു വ്യക്തി തന്നെയാണ് ഞാൻ. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഒരു പ്രസ്ഥാനത്തിനെ ഈ തരത്തിലേക്ക് ബിസിനസ് ആക്കി മാറ്റാൻ വരികയും ആ പ്രസ്ഥാനത്തിൽ നിന്ന് കിട്ടുന്നതിന്റെ വരുമാന സ്രോതസ്സിനെ മുന്നിൽ കണ്ടുകൊണ്ടും അദ്ദേഹത്തിന് ഒരു MLA സീറ്റ് കിട്ടി പിന്നെ മത്സരിച്ച് ഒരു സർക്കാർ അധികാരത്തിൽ വരുന്ന സമയത്ത് മന്ത്രിയാകണമെന്നുള്ള ആശ മാത്രം മുൻപിൽ വെച്ചുകൊണ്ടുള്ള പ്രസ്ഥാനത്തിന്റെ എല്ലാ അവര് ചിന്തിക്കുന്ന പ്രസ്ഥാനത്തിന്റെ ധാരണകളൊക്കെ തെറ്റാണ്. ആ ധാരണകളെല്ലാം ഉൾക്കൊണ്ട് കാലാകാലങ്ങളായി അവരുടെ ചെങ്കൊടിക്ക് കീഴിൽ തണലിൽ നിൽക്കുന്ന ഒരുപാട് സഖാക്കളെയൊക്കെ ചവിട്ടി മലർത്തിയാണ് അദ്ദേഹം അതിലേക്ക് കയറി ചെല്ലുന്നത്. അപ്പൊ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പിന്നെ അവരുടെ തന്നെ പ്രസ്ഥാനങ്ങളിൽ ദേശാഭിമാനി അടക്കം, കൈരളി അടക്കം, അല്ലെങ്കിൽ അവരുടെ സമൂഹ മാധ്യമങ്ങളിൽ ഇദ്ദേഹം വരുന്നതിന്റെ മുൻകാലങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ അടക്കമുള്ള ആളുകൾ അപ്പൊ എന്ത് ചെയ്യും? ഇദ്ദേഹത്തിനെ പ്രതിരോധിക്കുവോ? അപ്പൊ ഇദ്ദേഹം പറയുന്ന കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുവോ? ഞങ്ങളുടെ പ്രസ്ഥാനത്തിനെതിരെ നിരന്തരമായ വ്യാജ വാർത്തകൾ, നിരന്തരമായ കള്ളങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനമാണ് CPM-ഉം കൈരളിയും ദേശാഭിമാനിയും പിന്നെ T20-യും പിന്നെ അവരുടെ ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ. അങ്ങനെ വരുന്ന നിരന്തരമായ അത്തരത്തിലുള്ള പ്രചരണങ്ങളെ പ്രതിരോധിക്കുന്ന ഒരു വിഭാഗമാണ് ഞാൻ അടക്കം ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകളെ കെട്ടിച്ചമച്ച് വിടുന്ന ഒരു വിഭാഗമാണ്. അപ്പൊ വ്യാജ വാർത്തയെ തടയുക, പ്രതിരോധിക്കുക എന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ ഇപ്പൊ ഏറ്റവും വലിയ ജോലി. ഞങ്ങളുടെ യാഥാർത്ഥ്യം, ഞങ്ങളുടെ പ്രസ്ഥാന സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന പല കാര്യങ്ങളും ഞങ്ങൾക്ക് പ്രചരണത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല. കാരണം അതിനു മുൻപേ ഇവര് പടച്ചുവിടുന്ന വലിയൊരു വ്യാജമായ, അത് തന്നെയാണ് ഇപ്പോ മകനെ മടങ്ങി വരല്ലേ എന്ന് പറഞ്ഞിട്ടുള്ള ക്യാമ്പയിനുമായിട്ട് ഇയാൾ ഇറങ്ങി വന്നിരിക്കുന്നത്. അതിനുള്ള ഞങ്ങൾ ഇന്നലെ ആ വെബ്സൈറ്റ് ശ്രദ്ധിച്ചായിരുന്നു. ആ വെബ്സൈറ്റ് നിങ്ങൾ കൃത്യമായി നോക്കിയാൽ മതി. കടക്കുപുറത്തിന്റെ വെബ്സൈറ്റിനെ കോപ്പി ചെയ്തിട്ട് സെയിം പാറ്റേണിലാണ് അദ്ദേഹം അത് ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ അദ്ദേഹം പിണറായി വിജയൻ അടക്കമുള്ള ഈ ടെക്നോളജിയെ കുറിച്ച് വലിയ ധാരണയില്ലാത്ത, ഇപ്പോഴത്തെ പുതിയ സമൂഹ മാധ്യമത്തിനെ കുറിച്ച് വലിയ വ്യക്തതയില്ലാത്ത നേതാക്കളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി അവരത് ചെയ്തു, ഞങ്ങൾ ഇത് ചെയ്തു എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഒരു വൗച്ചറിൽ ഒപ്പിട്ട് കുറച്ച് പൈസ കൂടെ വാങ്ങാൻ ശ്രമിക്കുന്നു എന്നുള്ളതല്ലാതെ അദ്ദേഹത്തിന് പുതിയതായിട്ട് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. സമൂഹത്തിൽ കോൺഗ്രസ് ചെയ്യുന്ന സെയിം സാധനത്തിന്റെ റിപ്ലിക്കേഷൻസ് മാത്രമാണ് അദ്ദേഹം ചെയ്യുന്നത്. അല്ലാതെ അദ്ദേഹത്തിന് പുതിയതായിട്ട് ഒന്നും കൊണ്ടുവരാൻ കഴിയുന്നില്ല. ഏറ്റവും പരാജയപ്പെട്ട ഒരു മനുഷ്യൻ, മാധ്യമത്തിലും പരാജയപ്പെട്ട ഒരു മനുഷ്യൻ, സമൂഹ മാധ്യമത്തിലും പരാജയപ്പെട്ട ഒരു മനുഷ്യൻ, പൊതുരാഷ്ട്രീയത്തിലും പരാജയപ്പെട്ട ഒരു മനുഷ്യൻ, ഇത്രയും നാളം കെട്ട് നിൽക്കുന്ന ഒരു മനുഷ്യൻ. സത്യം പറഞ്ഞാൽ അദ്ദേഹം വല്ല വിദേശത്ത് ഏതെങ്കിലും വേറെ സ്ഥാപനത്തിൽ വല്ല ജോലിക്ക് പോയി അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ട് തിരിച്ചു വന്ന് ഇതൊക്കെ ചെയ്യണമെന്നാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് ഒരു ധാരണയുമില്ല. കുറെ അദ്ദേഹം വെറുതെ കുറെ ഇങ്ങനെ ഗിമിക്സ് കാണിച്ച് ഇങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. അല്ലാതെ ഈ സോഷ്യൽ മീഡിയയിലൊന്നും അദ്ദേഹത്തിന് ഒന്നും, CPM-ന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ വളരെ കൃത്യമായി പ്രതിരോധിക്കാൻ ഞങ്ങളുടെ താഴത്ത്, ഞങ്ങളുടെ ജവഹർ ബാൽമഞ്ചിലെ കൊച്ചുകുട്ടികൾ വിചാരിച്ചാൽ മതി അദ്ദേഹത്തിനെ പൊളിക്കാൻ. 10 മിനിറ്റ് മതി അദ്ദേഹം പറയുന്ന കള്ളങ്ങളെ പൊളിക്കാൻ. അതിൽ വ്യക്തമായ പൊളിറ്റിക്കൽ ഐഡിയ ഉള്ള വിദ്യാർത്ഥികളുമല്ല, അതിനും താഴെയുള്ള ഞങ്ങളുടെ ചെറിയ കുട്ടികളുണ്ട്. ജവഹർ ബാൽമഞ്ച് എന്ന് പറയുന്ന പ്രസ്ഥാനത്ത് പ്രവർത്തിക്കുന്നു. അവര് മതി, അവര് ധാരാളം മതി. തീർച്ചയായിട്ടും. എന്തായാലും ഇത്രയും സമയം നമ്മളോടൊപ്പം ചെലവഴിച്ചതിന്, ഇത്രയും വിവരങ്ങൾ നമ്മളോട് പങ്കുവച്ചതിനും നന്ദി.